ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ പി കെ ഗ്രൂപ്പ് അഥവാ പെരുങ്കള്ളൻ ഗ്രൂപ്പ് കൈയടക്കി എന്ന ആക്ഷേപം പാർട്ടിയിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടത്താണിയെ പോലെയുള്ള ലീഗിന്റെ അഴിമതി വിരുദ്ധ മുഖങ്ങൾ പടിയിറങ്ങാൻ തയ്യാറായിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ പി കെ ഗ്രൂപ്പ് അഥവാ പെരുങ്കള്ളൻ ഗ്രൂപ്പിൽ നിന്നുള്ള ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും മുതിർന്ന പി കെ ഗ്രൂപ്പ് അംഗമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കഥകൾ ആർക്കും വിശദീകരിക്കേണ്ടതില്ല. ഐസ്ക്രീം പാർലർ കേസ് മുതൽ അതിങ്ങനെ കാണ്ടം കാണ്ടം കിടപ്പുണ്ട്. അതിന് തൊട്ടു പിന്നാലെ പി കെ നവാസ്, എത്ര മഹത്തരനായിട്ടുള്ള ഒരു ദീനിയാണ് അല്ലെ. കുടുംബത്തിൽ തന്നെ മികച്ച കച്ചവടം, സ്വന്തം അനുജന് ലഹരി മാഫിയ കച്ചവടമുള്ള ദീനി, അതിനു പുറമെ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ദീനി കോടാനുകോടി സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. വിദേശത്തും സ്വദേശത്തുമായി അദ്ദേഹത്തിന് 10 പൈസ വരുമാനമില്ലാതെ കോടാനുകോടിയുടെ സ്വത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു. അത്യാഡംബര രമ്യ ഹർമ്മ്യം നിർമ്മിക്കാൻ കഴിഞ്ഞു. വല്ലാത്തൊരു ദീനിയാണ്. ആ ദീനിയാണ് കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എം കെ മുനീർ സാഹിബിന് പകരക്കാരനായി. പിന്നീട് പി കെ ബഷീർ, ഉള്ളതിൽ കുറച്ച് ദീനി പി കെ ബഷീർ മാത്രമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഡയലോഗ് അടിയല്ലാതെ ഒരു ശുദ്ധനാണെന്നാണ് ലീഗുകാർ തന്നെ പറയാറുള്ളത്. പിന്നെ ഊളത്തരങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് സഭയിൽ ആള് വേണം, അതിന് ബഷീറിനെ കഴിഞ്ഞിട്ടേ ആരെങ്കിലും ഉള്ളൂ. ഊളത്തരങ്ങളും ഇനി എന്തിനേറെ പറയുന്നു, നല്ലൊരു മികച്ച കൂവൽക്കാരനും കൂടി ആയതുകൊണ്ട് ഒന്നും പറയാനില്ലെങ്കിൽ കൂവാനെങ്കിലും ഞങ്ങൾക്ക് സഭയിൽ ആള് വേണം. അതുകൊണ്ട് പി കെ ഗ്രൂപ്പിലെ സ്ഥിരം മണ്ഡലമായിട്ടുള്ള ഏറനാട് അദ്ദേഹത്തിന് തന്നെ എഴുതി പതിപ്പിച്ചു കൊടുത്തു. മറ്റൊന്ന് ഷാജി, 9-on-6 മതേതരവാദിയാണ്. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം. അഴീക്കോട് മത്സരിച്ച് കഴിവ് തെളിയിച്ചു എന്ന് അവകാശപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ തവണ തോറ്റു ഊപ്പാട് വന്നപ്പോൾ അവിടെ നിന്ന് മുങ്ങിയ ദീനിയായ ഇഞ്ചി കൃഷിക്കാരൻ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത് വേങ്ങരയാണ്. സുരക്ഷിത മണ്ഡലത്തിൽ ഇ ഡി അന്വേഷണം നേരിടുന്നു. ബെഡ്റൂമിൽ അത്ഭുത പ്രതിഭാസമുള്ള ദീനിയാണ്. അതായത് നീരുറവ വരുന്നത് പോലെ റൂമിനകത്ത് നിന്ന് നോട്ടുറവ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അടുത്ത കാലത്ത് വിജിലൻസും ഇ ഡി എല്ലാം കയറി പരിശോധിച്ചപ്പോൾ കോടാനുകോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിന്റെ കണക്കിൽപ്പെടാതെ ഉണ്ട്. ഒപ്പം തന്നെ ഇഞ്ചി കൃഷി നടത്തി അദ്ദേഹം നിവച്ച 5500 സ്ക്വയർ ഫീറ്റിലേറെ വരുന്ന ആഡംബര ഭവനം, അങ്ങനെയുള്ള ഒരു ദീനി. പിന്നീട് വാ തുറന്ന പച്ച വർഗീയത മാത്രം വിളമ്പുന്ന വ്യക്തി അദ്ദേഹമാണ് വേങ്ങരയിൽ മത്സരിക്കുന്ന മറ്റൊരു പി കെ ഗ്രൂപ്പിന്റെ പ്രമുഖൻ. അതും കൂടാഞ്ഞിട്ട് ഏറ്റവും സബ് ജൂനിയർ ആയിട്ടുള്ള മറ്റൊരു പി കെ കാരൻ നവാസ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ലീഗിന്റെ തന്നെ വനിതാ സംഘടനയായിട്ടുള്ള ഹരിതയിലെ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ ദീനിയെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളെ കുറിച്ച് പച്ച അസഭ്യം പറയുന്ന വ്യക്തി, അവരെക്കുറിച്ച് വീഡിയോ ഉണ്ടോ എന്ന് വരെ പരാമർശം നടത്തുകയും 40 വയസ്സായി 2 കുട്ടികളുടെ പിതാവായിട്ടും ഇപ്പോഴും MSFകാരനായി തുടരുന്ന അതേ പി കെ ഗ്രൂപ്പിലെ ചെറുപ്പക്കാരൻ. പിന്നീട് സാമ്പത്തികം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പി കെ ഫിറോസിനെ പോലെ തന്നെ കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ബിസിനസ് സംരംഭങ്ങളും ലക്ഷക്കണക്കിന് രൂപ സമ്പാദ്യമുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസം. അങ്ങനെ ലീഗിന്റെ പട്ടിക പുറത്തു വരുമ്പോൾ 4 പി കെക്കാർ, 27-ൽ 4 പേർ കൈയടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബാധിപത്യമായി കഴിഞ്ഞു. അതിന്റെ പേരിൽ അർഹരായിട്ടുള്ള പലരെയും വെട്ടി. ഞങ്ങളും ഞങ്ങളുടെ പി കെ കുടുംബവും കഴിഞ്ഞിട്ട് മതി സ്ഥാനാർത്ഥി പട്ടികയിൽ ബാക്കിയുള്ളവർ. ഞങ്ങൾ പറയും, അത് നടപ്പാകും. അങ്ങനെ പി കെ ഗ്രൂപ്പ് എന്ന ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ കറക്ക് കമ്പനിക്കാർ എല്ലാം സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട യഥാർത്ഥ ദീനിയായിട്ടുള്ളവരുടെ പേര് വെട്ടപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല.